കെപിസിസി ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയിൽ നിന്ന് വി.ടി. ബൽറാമിനെ മാറ്റി. ഹൈബി ഈഡൻ എംപിക്കാണ് പുതിയ ചുമതല. ഭാരവാഹികളുടെ പുനഃസംഘടനയുടെ ഭാഗമായാണ് ചുമതല മാറ്റമെന്ന് വി.ടി. ബൽറാം പറഞ്ഞു. കെപിസിസിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചെയർമാനായി ഞാൻ ഏതാണ്ട് 3 വർഷത്തോളം പ്രവർത്തിച്ചു. അത് കെപിസിസി വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള എൻ്റെ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി അന്ന് കെപിസിസി പ്രസിഡൻ്റായിരുന്ന ശ്രീ കെ സുധാകരൻ ഏൽപ്പിച്ചതാണ്. ഒരു ടീം അതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ കെപിസിസിയിൽ കെ സുധാകരൻ മാറി ശ്രീ സണ്ണി ജോസഫ് പ്രസിഡൻ്റായ വേളയിൽ തന്നെ മൊത്തത്തിലുള്ള പുനഃസംഘടന ഉണ്ടാവണം, ഭാരവാഹികളുടെ ചുമതലകളിൽ പുനഃക്രമീകരണം വേണം എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഡിജിറ്റൽ മീഡിയ സെല്ലും സമഗ്രമായിട്ട് പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം അന്ന് മുതൽ എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ട് പിന്നാലെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ആ തീരുമാനം ആ ഘട്ടത്തിൽ വൈകിപ്പോയത്. അതിൻ്റെ ഉചിതമായിട്ടുള്ള സമയമായപ്പോൾ ആ ഉത്തരവാദിത്വം കെപിസിസിയുടെ പുതിയതായി കടന്നു വന്ന ഭാരവാഹികളിൽ ഒരാൾക്ക്, അതായത് പ്രിയപ്പെട്ട ഹൈബി ഈഡൻ എംപിക്ക് ഇന്ന് പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കെപിസിസിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം, ഡിജിറ്റൽ മീഡിയ സെല്ല് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലും പുതിയ ചില കൃത്യമായിട്ടുള്ള പാറ്റേണിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, നേരത്തെ ഈ ബീഹാർ ബി ഡി വിവാദങ്ങളൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ വി.ടി. ബൽറാമിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയാണോ, അല്ലെങ്കിൽ ബൽറാം പറയുന്നത് പോലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പുനഃസംഘടനയുടെ ഭാഗമായുള്ള ഒരു മാറ്റമാണോ ഇത്? സത്യത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി കെപിസിസിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗം പ്രവർത്തനരഹിതമായിരുന്നു എന്ന് തന്നെ പറയാം. ഏതാണ്ടത് നിശ്ചലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മീഡിയ ടീം മാത്രമായിരുന്നു നിലവിൽ ഏതെങ്കിലും തരത്തിൽ സക്രിയമായി ഉണ്ടായിരുന്നത്. കെപിസിസിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ പല കാരണങ്ങൾ കൊണ്ടാണത് നിശ്ചലമായത്. അതിലൊന്നാണ് ഈ വി.ടി. ബൽറാം സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് നേരത്തെ അറിയിക്കുകയും അത് പക്ഷേ പിന്നീട് മാറ്റമുണ്ടാകുമ്പോൾ മാറ്റാൻ തൽക്കാലം തുടരുമെന്നാണ് നേതൃത്വം അറിയിക്കുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീഹാർ ബി ഡി വിവാദം ഉണ്ടായപ്പോൾ തന്നെ ബൽറാം താനിൽ നിന്ന് മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പക്ഷേ ആ സ്ഥാനത്ത് തുടർന്നെങ്കിലും അത്ര സജീവമായി വി.ടി. ബൽറാം രംഗത്തുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഡിജിറ്റൽ മീഡിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലമൊക്കെ മുടങ്ങിയിട്ടും കാലം കുറയായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ആ ടീമിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. 4-5 ആളുകൾ ഈ അടുത്ത കാലത്ത് മാത്രം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗത്തു നിന്നും മാറി മറ്റ് ജോലികളിലേക്ക് പോയിരുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ ഡിജിറ്റൽ മീഡിയ സെല്ലില്ലാത്തത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു. മാത്രമല്ല, നോക്കൂ, ഈ രാഹുൽ മങ്കുട്ടം വിവാദമൊക്കെ ഉണ്ടാകുമ്പോൾ മുൻപുണ്ടായിരുന്ന ഈ ഡിജിറ്റൽ മീഡിയയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഈ പാർട്ടി സംഘടനാ നിലപാടിന് വിരുദ്ധമായി വലിയ തോതിൽ സ്വന്തം തരത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതും അപകടം ചെയ്യുമെന്ന തരത്തിലാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇതിന്റെ ഒരു ചുമതല മറ്റൊരാൾക്ക് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കെപിസിസി എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഹൈബി ഈഡനെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടി ഔദ്യോഗികമായി നൽകുന്ന വിസ്തീർണം സംഘടനാ ഭാരവാഹികൾക്ക് പുതിയ ചുമതല വിധിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ഹൈബിക്ക് നൽകിയെന്നാണ്. പക്ഷേ ഇതിപ്പോ അടിമുടി മാറ്റം ഉണ്ടാവേണ്ടി വരും. കാരണം ഇപ്പൊ നിലവിൽ ഇതൊരു നിർജീവാവസ്ഥയിലാണ് കെപിസിസിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗമുള്ളത്. ശരി, സുനിൽ ഐസക്കാണ് തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.